അല്ലെങ്കിൽ ഇത് എത്ര സമയം പോകും എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ചോദ്യം. സൈഫ് സൈനുലാബ്ദീൻ തുടരുന്നുണ്ട്. സൈഫ, വലിയ ചുടുകാട്ടിലെത്തിയോ? അവിടെ ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഗാർഡ് ഓഫ് ഓണർ അടക്കം പോലീസിൻ്റെ ഒരുക്കങ്ങളടക്കം പൂർത്തിയായി കഴിഞ്ഞതാണ്. VSൻ്റെ ഭൗതികദേഹം അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ഒരു താമസം മാത്രമേ അവിടെയുള്ളൂ. പക്ഷേ അതെപ്പോൾ എന്നതാണ് ചോദ്യം. അപ്പോൾ വലിയ ചുടുകാട്ടിൽ സൈഫ് എത്തിയെങ്കിൽ എന്താണ് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച? അവിടെ ഇന്ന് രാവിലെയോട് കൂടി തന്നെ അതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരുന്നു സൈഫുദ്ദീൻ. മഴയായിരുന്നു ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നത്. മഴ ഉണ്ട്. സംസ്കാരം നടക്കുന്ന സ്ഥലത്ത് അത് ഇന്നലെ തന്നെ അവിടെ ഒരു കട്ട കെട്ടി VSനെ സംസ്കരിക്കുന്ന സ്ഥലത്ത്, ദഹിക്കുന്ന സ്ഥലത്ത് അവിടെ കട്ട കെട്ടി അവിടെ ഒരു സജ്ജീകരണം ഒരുക്കിയിരുന്നു. അവിടെ ഇപ്പോൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക തയ്യാറാക്കിയ സ്ഥലത്താണ് VSനെ സംസ്കരിക്കുന്നത്. VSനെ ചുമന്ന പൂകൊണ്ട് പാർട്ടിയുടെ ചിഹ്നം അതിനകത്ത് വരച്ചിട്ടുണ്ട്, അരിവാൾ ചുറ്റിക വരച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ VS എന്ന് അതിന്റെ സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. ചകിരി അവിടെ വെച്ചിട്ടുണ്ട്, VSനെ കിടത്താൻ വേണ്ടി ചകിരി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു യുഗാന്ത്യം ഉണ്ടാവാൻ പോവുകയാണ് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ. സമാനതകളില്ലാത്ത ഒരു പോരാട്ട വീര്യത്തിന്റെ ആ മനുഷ്യൻ അല്പസമയത്തിന് മുന്നേ വലിയ ചുടുകാടിലേക്ക് എത്തിച്ചേരുകയാണ്. അത് ഇപ്പോ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ അത് എത്രത്തോളം വേഗത്തിലാവും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ആയിരക്കണക്കിന് ആൾക്കാരാണ് VSനെ അവസാനം കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഇരിക്കുന്നത്. അവരെ ക്യൂ നിന്ന് VSനെ കാണാൻ വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ്. രാവിലെ CP ഓഫീസിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ സമയത്ത് ആൾക്കാരിങ്ങനെ കാസർഗോഡ് നീലേശ്വരത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, കോഴിക്കോട് നിന്നുള്ള ആൾക്കാരുണ്ട്, മലപ്പുറമുണ്ട്, തൃശ്ശൂരുണ്ട്, വയനാടുണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ മണിക്കൂറുകളോളം ചൂടിക്കുകയാണ്. ചിലർ വാഹനം പിടിച്ചു വരുന്നു, കൂട്ടായിട്ട് വാഹനം പിടിച്ചു വരുന്നു, ചിലർ ട്രെയിനിൽ കയറി വരുന്നു, ചിലർ ബസ്സിൽ കയറി വരുന്നു. അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അവസാനമായി ഒന്ന് കാണുന്നത് എത്ര നേരം നിന്നാലും കാണും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവിടെ ഇറച്ചി മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ കുറെ സ്ത്രീകൾ അവരുടെ കയ്യിൽ കൊടയില്ല. അവര് ഇട്ടിരുന്ന ചുരിദാറിന്റെ ഷോൾ എടുത്ത് തലയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ആ മഴ അവർ നനഞ്ഞിട്ട് കുറെ നേരം നിന്നു. പിന്നീട് ഒരു കടയിലേക്ക് ഭയങ്കരമായി പെയ്തപ്പോൾ ഒരു കടയിലേക്ക് കയറി നിന്നു. കാരണം ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് ആ സ്ഥലം പോയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും ഒരു ഞങ്ങൾ നിന്ന് നനഞ്ഞത്. അങ്ങനെ മണിക്കൂറുകളോളം ക്യൂ നിന്ന് VSനെ കാണാൻ വേണ്ടി നിന്ന ആൾക്കാർ VCയിലേക്ക് വരുമ്പോ ഒരുപക്ഷെ അധികം ആൾക്കാരെ VCയിലേക്ക് കയറ്റിയിരുന്നില്ല. കാരണം അവിടെ ഒരു പൊതുദർശനത്തിന്റെ സ്വഭാവം ഇല്ലായിരുന്നു. VS വളർന്ന പാർട്ടി പ്രവർത്തനം നടത്തി വളർന്ന സ്ഥലമായതുകൊണ്ട് പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു സജ്ജീകരണമായിരുന്നു. എങ്കിലും കുറെ ആൾക്കാരെ കയറ്റി. പിന്നീട് വലിയ തിരക്ക് അനുഭവപ്പെട്ടപ്പോൾ ഗേറ്റടച്ചതിന് ശേഷം അവരോട് അവിടെ കൂടി നിന്ന ആൾക്കാരോട് റിക്രിയേഷൻ ക്ലബിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. വന്ന ആൾക്കാരെല്ലാവരും കൂട്ടത്തോടെ റിക്രിയേഷൻ ക്ലബിലേക്ക് എത്തി. ആ കൂട്ടമാണ് നമ്മളിപ്പോ കാണുന്നത്. അത് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് തിരുവനന്തപുരത്ത്, കൊല്ലത്തും ആലപ്പുഴയുള്ള മനുഷ്യരായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റു ജില്ലകളിൽ നിന്നുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യനോടൊരു ജനതയ്ക്ക് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും, ഒരു രാഷ്ട്രീയ നേതാവിനോട് ഒരു ജനതയ്ക്ക് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇത്. അത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു വെച്ച അദ്ദേഹത്തിന്റെ നിലപാടുകളോടുള്ള നമ്മുടെ ഒരു സ്നേഹമുണ്ട്. ഇപ്പോ വ്യക്തിപരമായി നമുക്ക് സ്നേഹം തോന്നുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഞാൻ പറയേണ്ട പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രാഷ്ട്രീയ നേതാക്കന്മാരോട് അങ്ങനെ വലിയ അമൃതപരമായി കാണുന്ന ആൾക്കാരോട് അങ്ങനെ വലിയ ആരാധനയൊന്നും നമുക്ക് തോന്നാറില്ല. കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ ജനേൽപ്പിക്കുന്ന ജോലി ചെയ്യുന്നു, അവർക്ക് അവരുടെ നിലപാടുകളുണ്ട് എന്നൊക്കെ പറയുന്നതിനപ്പുറം ചില ആൾക്കാർ നമ്മളെ വല്ലാതെ ആകർഷിക്കും. അങ്ങനെ ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചൊരു മനുഷ്യനാണ് VS അച്യുതാനന്ദൻ. അത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ഷാർപ്പ്നെസ് കൊണ്ടായിരിക്കാം. ഈ സമരസപ്പെടൽ എന്നാൽ തന്റെ തോൽവിയാണ് എന്ന് വിചാരിച്ച ഒരു മനുഷ്യനാണ് അച്യുതാനന്ദൻ. അങ്ങനെ ഒരു ഘട്ടത്തിലും അദ്ദേഹം സമരസപ്പെട്ടിട്ടില്ല. അത് ജീവിതത്തോട് സമരസപ്പെട്ടിട്ടില്ല. മറ്റെന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ പാർട്ടിയോട് എന്തെങ്കിലും തരത്തിൽ പാർട്ടിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് ചൂണ്ടിക്കാണിക്കുക. അതിനകത്ത് VS അച്യുതാനന്ദൻ ഒരു വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന VS അച്യുതാനന്ദനെ
നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടി അച്ചടക്കത്തിന്റെ വാളോങ്ങിയ ഘട്ടത്തിലൊന്നും PS-നെ തോൽപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതിനൊപ്പം ജനങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയിരുന്ന മനുഷ്യനാണ് PS അച്യുതാനന്ദൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ആ യുഗത്തിന്റെ ഒരു അന്ത്യം അത് ഉണ്ടാവുകയാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന്റെ പൊതുസമൂഹം അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പോ അവസാനമായി കാണാൻ കിട്ടിയ അവസരം അത് ആ ജനത നെഞ്ചിലേറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് അന്തിമ അഭിവാദ്യം നൽകുന്നതാണ് നമുക്ക് ഇപ്പോ റിക്രിയേഷൻ ക്ലബിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ ചുടുകാടിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ചുടുകാട്ടിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അധിക സമയം അവിടെ മറ്റ് പരിപാടികളൊന്നും തന്നെയില്ല. സാധാരണഗതിയിലുള്ള ചടങ്ങുകൾ, എന്തെങ്കിലും മതപരമായ ചടങ്ങുകൾ അങ്ങനെയൊന്നുമില്ല. സംസ്കരിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് ചടങ്ങുകൾ ഒന്നും തന്നെയില്ല. പിന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വലിയ ചുടുകാട്ടിൽ സംസ്കരിക്കുമ്പോൾ അത് അവരുടെ പേരിലുള്ള സ്ഥലത്ത് ആയിരിക്കില്ല. ഇപ്പൊ PS-ന്റെ സംസ്കാരം നടക്കുന്നത് PS-ന്റെ പേരിൽ, പാർട്ടി പേരിച്ച ആ സ്ഥലം സൈഫ സൂചിപ്പിച്ചതിൽ നിന്നൊരു കണക്ഷൻ എന്ന് വെച്ചാൽ വലിയ ചടങ്ങുകളൊന്നും തന്നെ ഇല്ല. എങ്കിൽ കൂടിയും ഭൗതികദേഹം അവിടെ എത്തി ഗാർഡ് ഓഫ് ഓണർ നടപടികളൊക്കെ പൂർത്തിയാക്കി ഈ VIPs എല്ലാം ഇപ്പോൾ CM അടക്കമുള്ള ആളുകളൊക്കെ വന്ന് അതൊക്കെ ഉറപ്പാക്കി അതിന് ആ ഒരു ഇനിയിപ്പോൾ ചടങ്ങുകളില്ല എങ്കിൽ തന്നെയും ആ സംസ്കാരം അവിടെ പൂർത്തിയാക്കാൻ മിനിമം ഒരു 1/2 മണിക്കൂർ എടുക്കില്ലേ? അല്ല എന്ന് തോന്നുന്നു. 1/2 മണിക്കൂർ പോരാ, എന്തായാലും ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ എടുക്കും. മറ്റു ചടങ്ങുകളൊന്നും ഇല്ലെങ്കിൽ പോലും അത് ഇതിൻ്റെതായ ഗാർഡ് ഓഫ് ഓണർ നൽകണം, പ്രവർത്തകർക്ക് കുടുംബാംഗങ്ങൾക്ക് അന്ത്യാഭിവാദ്യം നൽകണം, അവർക്ക് അന്തിമോപചാരം അർപ്പിക്കണം. PS സുഖമില്ലാത്തൊരു സമയത്ത് മൊത്തം മകൻ അരുൺകുമാർ അങ്ങനെയാണ് PS-നെ നോക്കിയിട്ടുള്ളത്. PS മരിച്ച ഉടനെ തന്നെ പാർട്ടി അതിന് PS-നെ പാർട്ടി ഏറ്റെടുക്കുകയായിരുന്നു. PS-ന്റെ ഈ ദിനാത്ര എങ്ങനെ വേണം, ഒരു പാർട്ടി ഒരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെ വേണം, ഇത് എവിടെ മുതൽ എവിടെ വരെ വേണം, ഏത് സമയത്തെത്തണം, അവിടെ എവിടെയൊക്കെ പൊതുദർശനം വേണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തത് പാർട്ടിയാണ്. പാർട്ടി പൂർണ്ണമായും പാർട്ടിയാണ് അതിനകത്ത് എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. അത് പാർട്ടി തീരുമാനിച്ച പ്രകാരമാണെന്ന് വൈകിട്ട് നടക്കുന്നതാണ്. പക്ഷെ ബാഹുല്യം കാരണമാണ് അത് നടക്കാതിരുന്നത്. എന്തായാലും ഇത് രാത്രിയാവും. ഒരു ഇപ്പോഴത്തെ പോക്ക് വെച്ചാണെങ്കിൽ ഒരു 9:30-10 മണി ആവാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഈ മനുഷ്യരെ കാണിക്കാതെ എങ്ങനെയാണ് PS അച്യുതാനന്ദനെ അടക്കാൻ പറ്റുക? കാരണം ജനത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്ന മനുഷ്യനെ കാണിക്കാതെ എങ്ങനെ പാർട്ടിക്ക് അത് ഒഴിവാക്കാൻ കഴിയും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിടവാങ്ങൽ, അദ്ദേഹം അർഹിച്ച ഒരു വിടവാങ്ങൽ അത് കേരളം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹം മുഴുവൻ, PS-നോടുള്ള സ്നേഹം മുഴുവൻ ആ മുദ്രാവാക്യത്തിലൂടെയും അല്ലാതെയും വന്നു കണ്ടും എല്ലാം ജനമത് പ്രകടിപ്പിക്കുകയാണ്. അത് കണ്ണും കരളുമായ PS-നെ വേണ്ടിയുള്ള ജനങ്ങളുടെ അവസാനത്തെ അണികളുടെ അവസാനത്തെ മുദ്രാവാക്യമാണ് നമ്മളിപ്പോൾ റിക്രിയേഷൻ ക്ലബിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് അനുശോചന യോഗമൊക്കെ തീരുമാനിച്ചിരുന്നു. അതിന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. രാത്രി വൈകിയതുകൊണ്ട് ചിലപ്പോൾ ഒഴിവാക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുകയാണ്. എന്തായാലും 102ാമത്തെ വയസ്സിലും ജീവിതത്തോട് പോരടിച്ച് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ PS-നെ ഉള്ളിലുള്ള സ്നേഹം അത് മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ വരികയാണ്. തീർച്ചയായും സൈഫ് സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് താനുമായി നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ലാത്ത കുറേയേറെ അനേകായിരം മനുഷ്യരുടെ കണ്ണും കരളുമാകാൻ ഒരാൾക്ക് കഴിയുന്നത്, അവരുടെ ഇടനെഞ്ചിലെ റോസാപുഷ്പമാകാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ കഴിഞ്ഞ ഒരു മിനിഞ്ഞാന്ന് മുതൽ ഈ സമയം വരെയുള്ള മണിക്കൂറുകളിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. PS അച്യുതാനന്ദൻ അവസാനമായി മലയാള നാടിനോട് യാത്ര ചോദിക്കുകയാണ്, വിട പറയുകയാണ്. വിട പറച്ചിലിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ വീട്ടിലെത്തി കുറഞ്ഞ സമയം മാത്രം വീട്ടിൽ ചെലവഴിച്ച് വീട്ടിനോട്, ജന്മം നൽകിയ മണ്ണിനോട് വിട പറഞ്ഞ് പുറത്തേക്കിറങ്ങി വീണ്ടും PS. 3 കിലോമീറ്റർ യാത്ര മാത്രമേ വേലിക്കകത്ത് വീട്ടിൽ നിന്നും DC ഓഫീസിലേക്കുണ്ടായിരുന്നുള്ളൂ. താൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ താൻ മുൻകൈയെടുത്ത് പണിത തൻ്റെ പഴയ തട്ടകത്തിൽ വീട്ടിൽ ഉണ്ടായിരുന്നതിനെ
സമയം തന്നെ അവിടെ ചെലവഴിച്ചു. അവിടെ നിന്നാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്. ഇന്നിപ്പോൾ ആലപ്പുഴയിൽ ഏറ്റവും അധികം സമയം പൊതുദർശനം ഉണ്ടാകുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടിലായിരിക്കും എന്ന് നേരത്തെ തന്നെ നേതാക്കളെല്ലാം അണികളെയും പ്രവർത്തകരെയും ജനങ്ങളെയും അറിയിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ കൂടുതൽ പേർ തടിച്ചുകൂടി നിന്നതും റിക്രിയേഷൻ ഗ്രൗണ്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 2 മണിക്കൂർ പിന്നിട്ടിട്ടും തീരാത്ത ഒരു അണമുറിയാത്ത പ്രവാഹത്തെ നമ്മൾ ഇപ്പോഴും ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതെപ്പോൾ തീരും എന്നതാണ് ചോദ്യം. വേഗത്തിലാക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് നേതാക്കൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി വലിയ ചുടുകാട്ടിലേക്കൊരു അവസാനത്തെ വിലാപയാത്രയുണ്ട്. ആ വിലാപയാത്രയിലൂടെ VS-ൻ്റെ ഭൗതികദേഹം വലിയ ചുടുകാട്ടിൽ എത്തിച്ചതിന് ശേഷം കാര്യമായ ഇപ്പോൾ വലിയ ചുടുകാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മനസ്സിലാക്കുന്നു. അവിടെ ഇപ്പോൾ നേരത്തെ സെയ്ഫ് സൈനുലാബ്ദീനൊക്കെ സൂചിപ്പിച്ചതുപോലെ കാര്യമായ ചടങ്ങുകളൊന്നുമില്ല. പക്ഷേ അവസാനമായി VS-നെ ഒരു നോക്ക് കാണാൻ മകനടക്കം ഭാര്യയടക്കം മകളടക്കം അടുത്ത ബന്ധുക്കൾക്കുള്ളൊരവസരം. അത് കഴിഞ്ഞ് പിണറായി വിജയനടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ഏറ്റവും മുതിർന്ന നേതാക്കൾക്ക് അവിടെ എത്തി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ളൊരു സമയം. അത് കഴിഞ്ഞ് ഗാർഡ് ഓഫ് ഓണറിനുള്ള ചെറിയൊരു സമയം. അങ്ങനെ എല്ലാം കൂടി ഒരു അരമണിക്കൂർ അവസാനം ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വലിയ ചുടുകാട്ടിലേക്ക് എത്താനുള്ള ഒരു താമസം, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിൽക്കുന്നത്. അത് എപ്പോൾ ഇവിടെ ഈ പൊതുദർശനം പൂർത്തിയാക്കി അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. ഷൈജു തുടരുന്നുണ്ട്. ഷൈജു, ഇപ്പോഴും റിക്രിയേഷൻ ഗ്രൗണ്ടിനകത്ത് തന്നെയാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പുറത്ത് കാത്തു നിൽക്കുന്ന ജനസഞ്ചയത്തിൻ്റെ പെരുപ്പമൊന്നും കുറഞ്ഞു കാണുന്നുണ്ടോ? വേഗത്തിൽ നടന്നു പോകുന്നത് കാണാം ഇപ്പോൾ. അപ്പോൾ ആ ആൾക്കൂട്ടത്തിൻ്റെ ഒരു എണ്ണം കുറയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എത്ര സമയത്തോടു കൂടി ഇവിടെ നിന്ന് ഈ വലിയ ചുടുകാട്ടിലേക്ക് എടുക്കാൻ കഴിയും? സൈഫുദ്ദീൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എടുത്ത തയ്യാറെടുപ്പുകൾ ഏറെക്കുറെ വിജയം കാണുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ദർശിക്കാം. കാരണം നേരത്തെ തയ്യാറാക്കിയതുപോലെ 4 വരി 2 സൈഡിലേക്ക് ആളുകളെ ക്രമീകരിച്ച് എല്ലാവരെയും കാണാനുള്ള ഒരു അവസരം, അത് പരമാവധി വേഗത്തിലാക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമം ഏറെക്കുറെ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഏതാണ്ട് 8 മണിക്ക് തന്നെ ഇത് അവസാനിപ്പിക്കണം, ഈ പൊതുദർശനം അവസാനിപ്പിക്കണം എന്ന് PP ചിത്തരഞ്ജൻ MLA മൈക്കിലൂടെ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ ചുടുകാടിലേക്ക് നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ എത്താനുള്ള ഒരു താമസം മാത്രമാകും പിന്നീടുണ്ടാവുക. ഒരുപക്ഷെ 8 മണിക്ക് പുറപ്പെട്ട് ഏതാണ്ട് 8:10 യഥാർത്ഥത്തിൽ എത്താം. പക്ഷേ അത് ഒരു 9 മണിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ഏതായാലും കാണുന്നത്. കാരണം വഴിയോരങ്ങളിൽ VS-നെ കാത്ത് വീണ്ടും ആളുകൾ ഉണ്ടാവും. വന്ന വഴിയിലൂടെ അല്ല തിരികെ പോകുന്നത് ആലപ്പുഴയിലെ വലിയകുളം വഴി പുലിയൻ വഴിയിലെത്തി അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ ചുടുകാട്ടിലേക്ക് പോകാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആ റൂട്ട് KSRTC തന്നെ നേരിട്ട് വന്ന്